ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഗ്രിൽഡ് ചിക്കൻ ബർഗറാണ്. ഇത് നമ്മൾ നോർമൽ ഫുഡ് ട്രക്സ് എന്നൊക്കെ കിട്ടുന്നത് അത്രയും ടേസ്റ്റിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് അത്രയും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിൻ്റെ കൂടെയുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഈ ബർഗർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കണമല്ലേ. അപ്പോൾ ആ ഗ്രിൽഡ് ചിക്കൻ വേണ്ടിയിട്ടുള്ള മാരിനേഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ ചേർക്കാം. അത് നമുക്ക് എത്രത്തോളം സ്പൈസി ആയിട്ട് വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നെക്സ്റ്റ് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാണ്. 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ 2 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അനിയൻ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിനെ മാറ്റി വെക്കാം. ഇനി നമ്മളിതിന് വേണ്ട ചിക്കൻ റെഡിയാക്കാണ്. അതിനായിട്ട് ഒരു ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് ചിക്കൻ്റെത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പേപ്പർ ടവലിൽ വെച്ച് നന്നായിട്ടൊന്ന് പാറ്ററൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ച് പരത്തി എടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ആ തിക്നെസ് ഇല്ലാതെ നല്ല നേരിയ പാറ്റീസായിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനും എളുപ്പമായിരിക്കും. നമ്മുടെ മസാലയുടെയും മാരിനേഷൻ്റെ ഒക്കെ ഫ്ലേവർ അകത്ത് വരെ എത്താനും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കുന്ന സമയത്ത് ഈസി ആയിരിക്കും. മാത്രമല്ല നമ്മുടെ അവിടെ ഇവിടെ ഒന്നും ചേർച്ച് പോവില്ല. ചിക്കനും ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകുന്നതിന് നിന്നും ഇത് പൊടിഞ്ഞു പോവാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഒരു ചപ്പാത്തി കുഴലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മീറ്റ് ഹാമർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൊട്ട് നോക്കാം. തൊട്ട് നോക്കിയിട്ട് എവിടെയെങ്കിലും തിക്നെസ് കൂടുതലുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വീണ്ടും നമ്മൾ അടിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, വളരെ പതുക്കെ മാത്രം ചെയ്യുക, ഒത്തിരി പവർ കൊടുത്തിട്ട് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് പരന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ മാരിനേഷൻ വെച്ച് നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ രണ്ട് സൈഡിലും നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു ചിക്കൻ നമ്മളൊരു 5 മുതൽ 10 മിനിറ്റ് വരെ മാറ്റി വെച്ചാൽ മതിയാവും. കാരണം വളരെ നേരിയ ഒരു പീസാണല്ലേ, അതുകൊണ്ട് തന്നെ വേഗം മസാല അകത്ത് വരെ എത്തും. അപ്പോൾ നമുക്കിതിനെ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് ബർഗറിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ചില്ലി മയനൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ചില്ലി മയനൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ മയനൈസിൻ്റെ കൂടെ ഏതെങ്കിലും ഹോട്ട് സോസ് മിക്സ് ചെയ്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നോർമൽ മയനൈസ് തന്നെ യൂസ് ചെയ്താലും മതി. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ സ്പൈസിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കയൻ പെപ്പർ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും യാതൊരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ ഗാർലിക് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡറോ അതിൻ്റെ കൂടെ ഹെലപ്പിനോസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോസും കൂടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ചിക്കനെ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു തവയിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ നല്ല ചൂടായിട്ടുള്ള പാനിലോട്ട് 1 ടേബിൾ സ്പൂണോളം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ചിക്കനെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ പാൻ ഫ്രൈ ചെയ്യുന്നില്ല, ബട്ടർ യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എയർ ഫ്രയറിലോ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ നോർമലി ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത് അതുപോലെ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മുടെ ബർഗറിൽ വെച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പീസ് ചിക്കൻ കുക്കാവാനായിട്ട് ടോട്ടൽ 6 മിനിറ്റാണ് വേണ്ടി വരിക. നമ്മൾ ഈ ഒരു സൈഡ് ആദ്യം ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ചിക്കനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഇവിടെ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കുക്കായി ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പൊട്ടിപ്പോവാതെ ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സൈഡ് നമ്മളൊരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതാ നമ്മുടെ ഏകദേശം 3 മിനിറ്റും കൂടെ ഈ സൈഡിലും 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ഈ സെയിം പാനിലോട്ട് തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കംസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 കളറുള്ള ക്യാപ്സിക്കം ആഡ് ചെയ്തു. ജസ്റ്റ് ഒരു കളർ ആയിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്.
ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ആ മസാലകളൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ചൂടുള്ള പാനിലിട്ടിട്ട് ഒരു മിനിറ്റോ അതിൽ താഴെയോ മാത്രം ഈ ക്യാപ്സിക്കം നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ആ പാനിൻ്റെ ചൂട് മതിയാവും ഇതൊന്ന് കുറച്ചൊന്ന് സോട്ടായിട്ട് അല്ലെങ്കിൽ ഒന്ന് വഴന്ന് കിട്ടാനായിട്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ മഷ്റൂംസോ അല്ലെങ്കിൽ എഗ്ഗോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ക്യാപ്സിക്കംസ് റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി. അതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ പീസിന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ 2 ബർഗേഴ്സാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 2 പാറ്റീസ് പോലെ നമുക്കിതിന് റെഡിയാക്കി വെക്കാം. അതിന് ശേഷം ഈ ചിക്കൻ ഇപ്പോഴും നല്ല ചൂടോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് ഓരോ ചീസ് സ്ലൈസസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ചൂടോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ചീസ് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ബർഗർ ഉണ്ടാക്കാനായിട്ടുള്ള ബണ്ണ് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഒരു പാനിൻ്റെ മുകളിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബർഗർ ബൺസ് വെച്ച് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ കൈ വെച്ച് തന്നെ ഒന്നിങ്ങനെ ടേൺ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോഴെല്ലാ സ്ഥലത്തും ഒരുപോലെ ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കിതിനൊന്ന് ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം കൈ വെച്ചിട്ട്. ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ 1 മിനിറ്റോ മാത്രം മതിയാവും. അപ്പോഴത്തേക്കിന് നല്ല ഒരു കളറ് നമുക്ക് കിട്ടും. ഇതായിപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ കാണാം നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗം നമ്മളൊന്നും ചെയ്യുന്നില്ല, അതുപോലെ മാറ്റി വെക്കുകയാണ്. ഇതിൻ്റെ മുകളിലുള്ള പോർഷനിൽ ആ ചൂടോടെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ലൈസ് ചീസും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ആ മെൽറ്റ് ചെയ്യുന്നുള്ള എഫക്റ്റ് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ബർഗർ ബൺസും ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ചീസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ താഴെയുള്ള ലെയറിന് ഞാൻ ആദ്യം തന്നെ ഒരു ലെറ്റ്യൂസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ആ ഒരു ബർഗർ സോസ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം സോസ് വേണം അത്രയും സ്പ്രെഡ് ചെയ്യാം. അതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ചിക്കൻ പാറ്റി അതിൻ്റെ മുകളിൽ ചീസും കൂടി വെച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ അതും കൂടി നമ്മളിതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ബർഗറിലും ചിക്കനും സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ടൊമാറ്റോസാണ് ചേർക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് എത്രത്തോളം ലേസ് വേണോ, എന്തൊക്കെ ലേസ് വേണോ അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്തതാണ്. ഓക്കെ, അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്യാപ്സിക്കംസും വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് അണിയൻസ് വെക്കാം, ക്യുക്കമ്പർ വെക്കാം. അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്താം. ഞാനിവിടെ ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ലേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ അവസാനമായിട്ട് നമ്മുടെ മുകളിലുള്ള ലെയർ ബണ്ണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബർഗേഴ്സ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.